വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് മുള്ള് കയ്പ്പക്ക. അപ്പോൾ കയ്പ്പക്ക എന്ന് പറയുമ്പോൾ കയ്പ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ കയ്പ്പൊന്നും ഇല്ലാത്ത ഒരു കയ്പ്പക്കാണിത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ല ഒരു അടിപൊളി കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതാ തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇത് കുറച്ച് മൂത്തതുകൊണ്ട് കുറച്ച് മുറിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നല്ല മൂത്തിട്ടുണ്ടെങ്കിൽ ആ വിത്തൊക്കെ ഒന്ന് എടുത്തിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല ഒരു 1/4 മുറി തേങ്ങയും 2 തക്കാളി 2 ഉള്ളി കുറച്ച് കുരുമുളകും പിന്നെ കറാമ്പും പട്ടയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലിട്ടിട്ട് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളി മീഡിയം തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് ആവുന്നത്ര ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തെങ്കിൽ ആ ഇറച്ചിക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ മസാല ആണ് ഇത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മസാല ഒരു മണം പോകുന്നവരെ കുറച്ചൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ ചിക്കന് കഴുകി വെച്ച ചിക്കനൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് എണ്ണയിൽ കടന്ന് ബാട്ടിയ പിന്നെ ഞാൻ ആ അരച്ച അരപ്പും ഈ മുറിച്ച കയ്പ്പൊക്കെ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എനിക്ക് മിസ്സായി പോയിനി, സോറി കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 1 വിഷൽ ആക്കിയാൽ മതി. അതാ 1 വിഷലായിട്ടുണ്ട്. ആയിട്ട് തുറന്ന് നോക്കി ഇതാ നല്ല ബന്ധ് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറിയും ഇറച്ചിയൊക്കെ നല്ല ബന്ധ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ, നല്ലൊരു മണം കണ്ടപ്പോൾ തന്നെ നല്ലൊരു പാങ്ങുണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഏത് അപ്പത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറെ വീഡിയോയുമായി ഞാൻ ഇനി വരുന്നുണ്ട്. അതുവരെ അസ്സലാമു അലൈക്കും.